നിങ്ങൾ ജോലി ചെയ്യുന്നതനുസരിച്ച് സന്തോഷം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹായ്, ഞാൻ ബിജു ബാലഗോപാൽ. കഴിഞ്ഞ 16 വർഷത്തിൽ അധികമായിട്ട് കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റും NLPയുടെ ഗ്രാൻഡ് മാസ്റ്ററുമാണ്. ഇന്ന് കേരളത്തിലെ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ 80% അധികം ആളുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതും അതിന് സൊല്യൂഷനായിട്ടുള്ള ചില ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ വായിക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ ഞാൻ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫാമിലി കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ജോലിയുടെയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില ആളുകളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതെല്ലാം ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഏരിയയാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. അതായത് മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സാധാരണ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഒരു റൊട്ടീൻ ഇങ്ങനെയാണ്: കാലത്ത് എഴുന്നേൽക്കുന്നു, വീട്ടിലെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം നേരെ ജോലിക്ക് പോകുന്നു. തിരിച്ചു വന്നതിന് ശേഷം പലപ്പോഴും പല ആളുകളുടെ മനസ്സും ജോലിയുടെ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ചിലവരെ സംബന്ധിച്ച് വളരെ പ്രഷറുള്ള വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ സൺഡേയിൽ പോലും ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഓഫീസിലേക്ക് പോകണ്ടേ എന്ന് കരുതി പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം മുടക്കിയിട്ടേ പോലും മാനസികമായിട്ട് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ. ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ചിലർക്ക് ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട്, ചിലർ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കണ്ടെത്തണം, സ്ട്രെസ്സ് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ടത് ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും മെത്തേഡുകൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. പലപ്പോഴും ശരീരത്തിനെ ബാധിച്ച, അതായത് ഫിസിക്കലായിട്ട് വരുന്ന പ്രോബ്ലംസ്, അത് ഒന്ന് സപ്പോർട്ട് എടുക്കാറുണ്ട്. ഡോക്ടറെ കാണും, മെഡിസിൻ കഴിക്കും, ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ മാനസികമായിട്ടുള്ള കാര്യത്തിനെ ബാധിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. പല ആളുകളുടെയും പ്രശ്നത്തിൻ്റെ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ മൂലകാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, പലപ്പോഴും ഇവരറിയാറില്ല. അതായത് ഈ ഒരു പ്രശ്നം ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറില്ല. കൗൺസിലിംഗ് എടുക്കുന്ന സമയത്തോ സൈക്കോ തെറാപ്പി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പ്രശ്നം മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അത് പലപ്പോഴും വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു മെത്തേഡ് ഹീലിംഗ് ആണ്. ഇതുവരെ കടന്നു വന്നിട്ടുള്ള ജീവിത അനുഭവത്തിലെ നെഗറ്റീവായിട്ടുള്ള, മോശമായിട്ടുള്ള, മനസ്സിനെ വിഷമിപ്പിച്ച കാര്യങ്ങൾ ഒന്നെടുത്ത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. അത് എക്സസൈസ് ആയിരിക്കാം, യോഗയായിരിക്കാം, മെഡിറ്റേഷൻ ആയിരിക്കാം, പാട്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചാൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അതായത് ഒരാൾക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം വരുന്ന സമയത്ത് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് എടുക്കുന്നു. എന്നിട്ട് ഒന്ന് അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കണ്ടിന്യൂസ് സപ്പോർട്ടൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഒരു കൗൺസിലിങ്ങോ സൈക്കോ തെറാപ്പിയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ടൊക്കെ അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാം. അങ്ങനെ ഹോബി ഉണ്ടെങ്കിൽ ഹോബിക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. അത്രയെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഇതാണ്: ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, ജോലി നല്ലതാണ്, ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പ്രധാനമായിട്ടും നിങ്ങളുടെ മാനസിക ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ജോലിയിൽ പെർഫോമൻസ് കൂട്ടാനായിട്ട് പറ്റുക. നിങ്ങളുടെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളുടെ ഫാമിലി സന്തോഷം, പേഴ്സണൽ സന്തോഷം, ഇതെല്ലാം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഇത് യൂട്യൂബ് നോക്കിയിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ കുറേ ടിപ്സൊക്കെ ചെയ്തിട്ട് മാറ്റം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഓൺലൈനായിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ട്, സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ച് അറ്റൻഡ് ചെയ്യാം. അതിൽ റെക്കോർഡ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നതാണ് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഓൺലി ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. താല്പര്യമുള്ള ആൾക്ക്, സീരിയസ് ആയിട്ടുള്ള ആൾക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന സ്ട്രെസ്സ്. സ്ട്രെസ് എല്ലാവർക്കും വരും, പക്ഷെ അതിന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും, സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങളുടെ ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യാം, ഒരു കരിയർ ഗ്രോത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ സന്തോഷിക്കും വേണം, എൻജോയ് ചെയ്യാനും സാധിക്കണം. എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റണം, പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റണം, ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഉള്ളത്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ്.